ആപ് കേസെ ഹോ എന്ന ധ്യാൻ ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ സമയത്ത് അവതാരക രമേഷ് പിഷാരടിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ റീ റിലീസിങ്ങിൻ്റെ സമയമാണ്. താങ്കൾക്ക് ഏത് ചിത്രമായിരിക്കാം റീ റിലീസിങ് ചെയ്യപ്പെട്ട് കാണാൻ ആഗ്രഹം എന്നുള്ള ചോദ്യത്തിന് പിഷാരടി മറുപടി പറയുന്നതിന് മുമ്പ് ധ്യാൻ ശ്രീനിവാസൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞ മറുപടിയാണ് കപ്പല് മുതലാളി എന്ന ചിത്രം. കപ്പല് മുതലാളി 4K റീ റിലീസ് ഡോൾബി അറ്റ്മോസിൽ കാണാൻ താൻ കാത്തിരിക്കുകയാണെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും, ജീവ ജോസഫ്, അജു വർഗീസ് തുടങ്ങിയ താരങ്ങൾ എല്ലാവരും ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നു. രമേഷ് പിഷാരടി ഉൾപ്പെടെയുള്ളവർ ഇത് ചിരിക്കുകയാണ്. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. ഇതിന് പിന്നാലെ കപ്പല് മുതലാളി ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. 2009 താഹ സംവിധാനം ചെയ്ത് രമേഷ് പിഷാരടി നായകനായി എത്തിയ ആദ്യ ചിത്രവും കൂടിയാണ് കപ്പല് മുതലാളി. ആ സിനിമ അന്ന് ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. പക്ഷേ പിന്നാലെ ധ്യാൻ്റെ ഈ വാക്കുകൾക്ക് പിന്നാലെ എല്ലാവരും പോയി സെർച്ച് ചെയ്തത് യൂട്യൂബിലായിക്കോട്ടെ, അല്ലെങ്കിൽ പലയിടത്തും ടെലഗ്രാമിൽ ഉൾപ്പെടെ കപ്പല് മുതലാളി ഫുൾ മൂവി ആവശ്യപ്പെടുന്ന ആളുകളും ഒരുപാടാണ്. കാരണം ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗാനമുണ്ട്, ഇതുവരെ എന്താണ് എന്ന് വിനീത് ശ്രീനിവാസൻ ആലപിച്ച ഈ ഗാനത്തിൻ്റെ യൂട്യൂബ് കമൻറ്റ് സെക്ഷൻ നിങ്ങൾ കയറി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കയറി നോക്കണം. എന്നിട്ട് അതിനകത്തുള്ള കമൻറ്റ് സെക്ഷൻ ഒന്ന് വായിച്ച് നോക്കണം. കാരണം ഇപ്പോൾ പോയി നോക്കിയാൽ പോലും ലേറ്റസ്റ്റ് കമൻറ്റ്സ് കാണാം. ഈ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആളുകൾ എല്ലാവരും ഈ യൂട്യൂബ് കമൻറ്റ് സെക്ഷനിലേക്ക് പാഞ്ഞെത്തിയിരിക്കുകയാണ്. അതായത് ആ പാട്ട് അന്നും ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ചിലയിടത്ത് ഇത് വലിയ കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള ഗാനമായിരുന്നു കേട്ടോ. ഇത് ചെറിയൊരു ഐറ്റം സോങ് പോലെ നമുക്ക് വിളിക്കാൻ പറ്റുന്നൊരു പാട്ടും കൂടിയാണ്. ആ പാട്ട് ഇപ്പോൾ ശരവേഗത്തിലാണ് ഒരു ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് മാറിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം അത്രമാത്രം കമൻറ്റുകളാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ കമൻറ്റുകളെല്ലാം തന്നെ ഈ ഇൻ്റർവ്യൂ വന്നതിന് ശേഷമാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിൽ അത്ഭുതം. ധ്യാൻ്റെ വാക്കുകൾക്ക് പിന്നാലെ തന്നെ ഈ കപ്പൽ മുതലാളി എന്ന സിനിമയും ട്രെൻഡിങ് ആവുകയാണ്. താഹയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ജഗദീഷ്, മുകേഷ് അങ്ങനെ തുടങ്ങി വലിയ താരനിര ഈ ചിത്രത്തിലുണ്ടെങ്കിൽ പോലും ആ സിനിമ അന്ന് തിയേറ്ററിൽ വൻ പരാജയമായിരുന്നു. പക്ഷേ ധ്യാൻ്റെ വാക്കുകൾക്ക് പിന്നാലെ കപ്പൽ മുതലാളി ശരിക്കും റീ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. ഈ സിനിമ വീണ്ടും ആദ്യമായി പോയി കണ്ടവരുമുണ്ട്. ഈ സിനിമ വീണ്ടും പോയി ഡൗൺലോഡ് ചെയ്ത് കണ്ടവരും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഈ സിനിമ ഇപ്പോൾ വലിയ രീതിയിൽ ട്രെൻഡിങ് ആവുകയാണ്. ആപ് കേസെ ഹോ എന്ന ചിത്രം ഈ വെള്ളിയാഴ്ച റിലീസ് ചെയ്യാനിരിക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസൻ തന്നെ തിരക്കഥ എഴുതി വിനയ് ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആപ് കേസെ ഹോ. ഒരു രാത്രിക്കുള്ളിൽ സംഭവിക്കുന്ന ഒരു കഥയുമായിട്ടാണ് ഈ ചിത്രം എത്തുന്നത്. അപ്പോൾ അതിന് പിന്നാലെ ഇതിൽ നടക്കുന്ന പ്രൊമോഷൻ ഇൻ്റർവ്യൂസ് എല്ലാം തന്നെ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ധ്യാൻ്റെ പല സിനിമകൾ റിലീസ് എത്തുമ്പോൾ പോലും അതിൻ്റെ ഇൻ്റർവ്യൂസ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇൻ്റർവ്യൂവിൽ ധ്യാൻ പറയുന്ന തമാശകളായിക്കോട്ടെ, ഇൻ്റർവ്യൂ സ്റ്റാർ എന്ന ലേബൽ ധ്യാന് കിട്ടുന്നത് പോലും ഈ പല സിനിമകളും റിലീസിനെത്തുന്നതിന് മുമ്പ് നടത്തിയ പ്രൊമോഷൻ ഇൻ്റർവ്യൂവിൽ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പല കഥകളുടെയും ആവിഷ്കാരങ്ങളും അല്ലെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നതും പുതിയ പുതിയ കഥകളും പുതിയ പുതിയ തമാശകളും ധ്യാൻ പൊട്ടിക്കുന്നതും ഒക്കെ കൂടിക്കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങൾ ധ്യാൻ്റെ ഇൻ്റർവ്യൂകൾ കാണാൻ ഇപ്പോഴും മടുപ്പില്ലാതെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള സ്പോട്ട് കൗണ്ടേഴ്സും അതിൽ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഈ പ്രൊമോഷൻ ഇൻ്റർവ്യൂവിൽ നടത്തിയ ഈ ഒരു പ്രസ്താവന, ഈ കപ്പൽ മുതലാളി റീ റിലീസ് ചെയ്യണമെന്ന് ഈ വാക്കുകൾ സമൂഹ മാധ്യമങ്ങൾ ട്രെൻഡിങ് ആണ്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അഥവാ ഈ ധ്യാൻ്റെ ഈ ഇൻ്റർവ്യൂ കണ്ടതിന് പിന്നാലെ ഈ ഗാനവും ഈ സിനിമയും പോയി ഒന്നുകൂടെ റീവാച്ച് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ അതും രേഖപ്പെടുത്തുക.